ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാലും അരിപ്പൊടിയും മാത്രം മതി ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഐസ്ക്രീമിനെക്കാട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലിൽ നിന്നും ഒരു 1/2 കപ്പ് പാല് നമുക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാൽ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ പാലൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നല്ല മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്താലും മതി. പിന്നെ ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ കുറച്ച് പാലിൽ അരിപ്പൊടി കലക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇനിയിപ്പോൾ ഈ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലൊരു ക്രീമി പരിവാവുന്നത് വരെയാണ് കുറുക്കിയെടുക്കേണ്ടത്. നല്ല തിക്കായിട്ടൊന്നും വേണ്ട കേട്ടോ. ഒരു ക്രീമി പരിവാവുന്നത് വരെ മാത്രം ഒന്ന് കുറുക്കിയെടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും കേട്ടോ അതൊന്ന് കുറുകി വരാൻ. ഇതിപ്പോൾ ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ, ഒത്തിരി കുറുക്കിയെടുക്കേണ്ട. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് പിസ്ത മിൽക്ക് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്സ് പിസ്ത മിൽക്ക് മിക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആവും. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല പതയൊക്കെ വരുന്നത് വരെ അടിച്ചെടുക്കുക. ഇനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് വേണം നമ്മളിത് ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കണം. അതിനുശേഷം വീണ്ടും ഇതൊന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഫ്രീസറിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടാണ് നന്നായിട്ട് കട്ടയൊന്നും ആവാത്തത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ, അതായത് 2 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നും കൂടെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല ക്രീമി പരുവാവുന്നത് വരെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച പാത്രത്തിലോട്ട് തന്നെ ഇത് വീണ്ടും ഒഴിക്കുക. എന്നിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കണം. ഇനി ഒരു 6 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ, ചുരുങ്ങിയത്. ഇനിയിപ്പോൾ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ ഐസ് ക്രിസ്റ്റലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് ഞാനിതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓവർനൈറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഐസ്ക്രീം. നമുക്കിനി പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റാം. കണ്ടില്ലേ, പ്ലാസ്റ്റിക് റാപ്പ് വെച്ചത് കാരണം ഐസ് ക്രിസ്റ്റലൊന്നും രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്കൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്കൂപ്പർ ഒരു ഇളം ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐസ്ക്രീം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സ്കൂപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നമുക്കൊരു ചെറിയ ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സിൽവർ സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്